ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, വെക്കേഷൻ തുടങ്ങിയ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മൊത്തം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. മെയിൻ റീസൺ ചൂട് തന്നെയാണ്. ചൂടിൽ ഏറ്റവും കംഫർട്ടബിൾ ഈ ഡ്രസ്സാണ്. സ്കൂളിലെത്തിയപ്പോഴും മുറ്റം നിറയെ ഞാവൽപ്പഴം വീണ് കിടക്കായിരുന്നേ. അപ്പം തന്നെ ഞങ്ങൾ പ്ലാൻ ഇട്ട് തോട്ടിയൊക്കെ ഉണ്ടാക്കി നേരെ ടെറസിലോട്ട് പോയി. ടെറസിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നേ. പക്ഷേ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് ആ ചൂടൊക്കെ സഹിച്ച് നമ്മൾ അത്യാവശ്യം പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മരത്തിലിങ്ങനെ കുന്നുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ പറിക്കാതിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീച്ച് നമ്മൾ നമ്മുടെ കല്യാണ ചെക്കനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. മെയിനായിട്ടും നമുക്ക് വേണ്ടത് കല്യാണ ചെക്കനുള്ള കുർത്തയാണ്. ഡെയിലി ഞാൻ പോകുമ്പോൾ കാണുന്ന ഷോപ്പാണ് കേട്ടോ തസ്വ എന്നുള്ളത്. പക്ഷേ ആ ഒരു ഷോപ്പിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായില്ല. കൊച്ചിയിലുള്ള മിക്കവാറും ഷോപ്പിലൊക്കെ നമ്മൾ ഈ കുർത്ത തേടി നടന്നു. ലാസ്റ്റ് തസ്വയിൽ തന്നെ എത്തി. നമുക്ക് അവിടുന്ന് ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഷോപ്പാണ്. കല്യാണ പർച്ചേസുകളൊക്കെ ഉണ്ടെങ്കിൽ, കുർത്താസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തസ്വ നല്ലൊരു ഓപ്ഷനാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ സേത്തീദ ഡാബയിലോട്ടാണ് പോയത്. കൊച്ചിയിലുള്ളവർക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അത്രയും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ എത്ര ദൂരത്തുനിന്ന് വരികയാണെങ്കിലും അത് അത്രത്തോളം വേർത്താണ്. ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും പിന്നെ ഫുഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഒതൻറ്റിക് പഞ്ചാബി ഫുഡാണ് കേട്ടോ ഇവരിവിടെ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും മിക്കവാറും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ബട്ടർ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ആലോചിച്ചിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ പേര് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.